കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആവുമ്പോൾ തുണിയലക്കി വിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് ചായയുമായി സുധീഷ് എത്തുന്നുണ്ട്. അവൾ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് ക്ലിപ്പ് ഉണ്ടാവുമെന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. താൻ കട തുറന്നാൽ ഉടനെ വാങ്ങിച്ചു തരാമെന്നും റോസാപ്പൂവോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും സുധീഷ് പറയുന്നത് കേട്ട് നിധി അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ഈ തലയിൽ വെക്കുന്നതല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. തുണിയിലിടുന്ന ക്ലിപ്പെന്ന് നിധി പറയുമ്പോൾ അയ്യോ തുണിയിലിടുന്ന ക്ലിപ്പാണോ, ഇപ്പൊ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് ഓടുമ്പോഴേക്കും നിധി പരിസരമാകെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് കൊണ്ടുവന്ന ക്ലിപ്പെല്ലാം സാരിയിലിട്ടുണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് ചുറ്റും മരമാണല്ലോ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഹോം സ്റ്റേ പോലുള്ള വീടാ, ഈ മരത്തിലൊക്കെ നിറയെ കിളികൾ വരും, ഞാനാണ് ഇതിനെ കിളിക്കൂടെന്ന പേരിട്ടത്, നല്ലതല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലാ എന്ന് നിധി ചോദിക്കുമ്പോൾ പിന്നെ ഗേറ്റിൽ നിന്ന് തുടങ്ങി പിൻഭാഗത്തെ വാഴത്തോട്ടത്തിന്റെ പുറകുവശം വരെ നമ്മുടെ തറവാടിന്റെ സ്വത്താ, കൃഷി നടത്തുന്നത് വല്യച്ഛനാണെന്ന് മാത്രം, അതിലൊരു 3 ഏക്കറിലും മേലെ ഞങ്ങളുടേതായിട്ട് വരും എന്ന് സുധീഷ് പറയുമ്പോൾ നമ്മൾ എപ്പോഴാ ഹോസ്റ്റൽ നോക്കാൻ പോകുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് സുധി വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഹോസ്റ്റൽ നോക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് നിധിയും. ഹോസ്റ്റല് അതിപ്പോ അടുത്ത് ഞാനേ കുറെ ഹോസ്റ്റലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോവാം സുധീഷ് പറയുമ്പോൾ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഷോ എന്തൊരു ചോദ്യം ഇത്, ചോദിക്കേ എന്ന് സുധീഷ് പറയുമ്പോൾ വീട്ടിലെ വിവരങ്ങളൊന്നും അറിയണം, ഏട്ടത്തിയൊന്ന് ഫോൺ ചെയ്യണം, ആ ഫോൺ ഒന്ന് തരാമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത്രയുള്ളൂ എന്ന് ചോദിച്ച് തൻ്റെ മൊബൈൽ എടുത്ത് കൊടുത്തോണ്ട് ഇയാൾ വിളിച്ചോളൂ, ഞാൻ അകത്തുണ്ടാവുമെന്ന് പറഞ്ഞ് സുധീഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അവൾ സാന്ദ്രയെ വിളിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിലായിരുന്ന സാന്ദ്ര കോൾ എടുക്കുന്നുണ്ട്. ഹലോ ഏട്ടത്തി, ഞാനാണെന്ന് നിധി പറയുമ്പോൾ നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ, ഒരു വാക്ക് എന്നോട് പോലും പറയാതെ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു ഏട്ടത്തി എന്ന് നിധിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്നാണോ, നമ്മളെപ്പറ്റി ചിന്തിച്ചോ നീ, നിനക്ക് ആ ഡ്രൈവർ ചെക്കനുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ഒരു സൂചന പോലും നീ തന്നില്ലല്ലോ എന്ന് സാന്ദ്ര പരിഭവത്തോടെ പറയുമ്പോഴേക്കും അതേട്ടത്തി, ഞാൻ നേരിട്ട് പറഞ്ഞാലേ ഏട്ടത്തിക്ക് മനസ്സിലാവൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഇനി അതിലൊന്നും കാര്യമില്ല എന്ന് സാന്ദ്ര ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഏട്ടത്തി അച്ഛനും അമ്മയും ഒക്കെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിധി ഞാനിപ്പോ ആശുപത്രിയിലാ എന്ന് സാന്ദ്ര പറയുന്നത് കേട്ട് അമ്പരപ്പോടെ എന്താ ഏട്ടത്തി എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ ഇന്നലെ ഒരു അബദ്ധം കാണിച്ചു, കുറെ നേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിയതാ, ഏറെ നേരം കഴിഞ്ഞ് കാണാതെ ഞങ്ങൾ നോക്കുമ്പോ കയറിൽ തൂങ്ങി നിൽക്കായിരുന്നു, ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ തന്നെ പോയേനെ എന്ന് ഏട്ടത്തി പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടലോടെ നിധിയും പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛന്റെ ആ ദുരന്ത വാർത്ത കേട്ട് നിധി ആകെ തളർന്ന് നിലത്തേക്കിരുന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും അതിലെ പോയ നാട്ടുകാരിൽ ഒരാളും ഹലോ എന്താ കരയുന്നതെന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും കൂട്ടരും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, താൻ പോടോ എന്ന് അയാളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ അരികിലേക്കിരുന്ന് നിധി എന്തു പറ്റി, കാര്യം പറ, എന്താ ഉണ്ടായതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയുമ്പോഴേക്കും കാര്യം എന്താ കുട്ടി, എന്താ ഉണ്ടായേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. കരച്ചിലൂടെ അവൾ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്തു പറ്റിയെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ കയറിൽ തൂങ്ങിയെന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷും ആകെ ടെൻഷനോടെ അവിടെ എണീക്കുന്നുണ്ട്. അയൽവാസിയായ ചേട്ടൻ അപ്പോഴും അത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽപ്പാ. ഏട്ടത്തിയെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിധി കരയുമ്പോഴേക്കും നാട്ടിൽ തന്നെയല്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് നിധി വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. കുട്ടി ഒന്ന് സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ലെന്ന് സുഭാഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും എന്റെ അച്ഛനൊരു പാവാ, ഞാനാ ഇതിനൊക്കെ കാരണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാൻ ചെല്ലാത്തോണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിധി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അത് നോക്കി നിൽക്കുന്ന ചേട്ടനോടായി അതിലെ വന്ന വേറൊരാളും എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ദേ നോക്കി എന്ന് പറഞ്ഞ് നിധി മുറ്റത്തിരുന്ന് പൊട്ടിക്കരയുന്നത് അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക എന്ന് കരച്ചിലോടെ നിധി പറയുമ്പോഴേക്കും എടോ ഒന്നും സംഭവിക്കില്ല എന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പോ പോണം, ഇപ്പൊ തന്നെ അച്ഛനെ കാണണം എന്ന് നിധി വാശിയോടെ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും എടാ കൊണ്ടുപോടാന്ന് സുഭാഷും സുധീഷിനോടായി പറയുന്നുണ്ട്. അല്ല സുഭാഷേട്ടാ, സുധീഷേട്ടൻ ഇപ്പോ കൊണ്ടുപോയാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എന്ന് വെച്ച് ആ കുട്ടിക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും കരയാതെ എന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്ക് പോണം, ഞാൻ പോവാന്നും പറഞ്ഞ് നിധി അകത്തോട്ട് ഓടുമ്പോഴേക്കും കൂടെയുള്ളവരും പുറകെ ഓടി ചെല്ലുന്നുണ്ട്. നാട്ടുകാരായ രണ്ടുപേരും ഇത് ശ്രദ്ധിച്ചോണ്ട് അവിടെ തന്നെ നിൽപ്പാ. സുധീഷ് ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും എടാ ഞങ്ങളൂടെ വരാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അത് വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ പോയിട്ട് വരാന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഇന്നലെ രാത്രി അവര് ഇവിടെ വന്ന് അത്രയ്ക്ക് പ്രശ്നമുണ്ടാക്കിയതല്ലേ, ഒറ്റയ്ക്ക് പോണോന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാന്നേ
എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി തന്റെ ബാഗുമായി കരച്ചിലോടെ പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇതെന്താ ബാഗൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞ് സുധീഷും അവളുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. നിധി മുറ്റത്തെത്തുമ്പോഴേക്കും സുധീഷ് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട്. സുധീഷ് വണ്ടിയെടുക്കുമ്പോഴേക്കും നിധിയും കരച്ചിലോടെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ആ കാഴ്ച നോക്കിക്കൊണ്ട് നിന്നവരും അപ്പോഴേക്കും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേ, പുതുപെണ്ണ് പെട്ടിയും എടുത്ത് ഇറങ്ങിപ്പോയോന്ന്? താൻ പോടോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അവരും അവിടുന്ന് പോകുന്നുണ്ടേ. അല്ല സുഭാഷേട്ടാ, ഏട്ടത്തി എന്തിനാ ബാഗും എടുത്തോണ്ട് പോയേ എന്ന് നികേഷ് ചോദിക്കുമ്പോ, ഇനി ഇന്ന് തന്നെ തിരിച്ചു മടങ്ങാൻ പറ്റിയില്ലെങ്കിലോ, 2-3 ദിവസം അവിടെ നിൽക്കണമെങ്കിലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിന്നാ പിന്നെ അവര് തിരിച്ചുവിടോ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുമ്പോ, എടാ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ആദ്യം ആ കുട്ടി പോയി അച്ഛനെ കാണട്ടെ, ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് സുഭാഷും അവനോടായി പറയുന്നുണ്ട്. സുധീഷിന്റെ അച്ഛൻ ഭാസ്കരൻ അവിടെ ചായപ്പീടികയിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സുധീഷിന്റെ വണ്ടി അതിനു പുറകിൽ ബ്ലോക്കിൽ പെട്ടത്. ആരോ വട്ടം വെച്ചതാണെന്ന് തോന്നുന്നല്ലോ എന്ന് രാജേട്ടൻ പറയുമ്പോഴേക്കും എടുത്തോണ്ട് പോടാന്ന് ഭാസ്കരനും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴാണ് വണ്ടിയിലിരിക്കുന്ന സുധീഷിനെയും നിധിയെയും ഗംഗാധരൻ കാണുന്നത്. വണ്ടിയിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന നിധിയെ സുധീഷ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഗംഗാധരനും സന്തോഷത്തോടെ, എടാ ഭാസ്കര, ആ വണ്ടിയിലിരിക്കുന്നത് ആരാണെന്ന് നോക്കിയടാ എന്ന് പറയുന്നുണ്ട്. ഭാസ്കരൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വണ്ടിയിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന നിധിയാണ് കാണുന്നത്. ഭാസ്കരൻ അമ്പരപ്പോടെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും സുധീഷ് ജീപ്പുമായി അവരെ കടന്നു പോകുന്നുണ്ട്. ഗംഗാധരനും സന്തോഷത്തോടെ ചിരിച്ചോണ്ട്, നിന്റെ കോടീശ്വരി മരുമോളല്ലേടാ ആ ജീപ്പിലിരുന്ന് കരഞ്ഞോണ്ട് പോകുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും നേരത്തെ സുഭാഷിന്റെ വീട്ടിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുനിന്ന നാട്ടുകാരനായ ഒരാളും അങ്ങോട്ട് വന്ന്, എന്താ ഭാസ്കരേട്ടാ, പുത്തൻ പെണ്ണ് വന്നു കയറിയപ്പോ തന്നെ പ്രശ്നങ്ങളായോ? ബാഗും എടുത്ത് കരഞ്ഞ് നിലവിളിച്ച് ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ ഭാസ്കരനും, പോക്കൃത്തരം പറഞ്ഞാ തലയടിച്ച് പൊട്ടിക്കും ഞാൻ കേട്ടോടാ എന്ന് പറയുന്നുണ്ട്. എന്നാ നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്ക്, ബാഗും എടുത്ത് കരഞ്ഞ് നിലവിളിച്ച് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ എന്നയാൾ വീണ്ടും പറയുമ്പോൾ ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്, രാവിലെ എണീറ്റ് കണ്ണു തുറക്കുമ്പോൾ ആ പെണ്ണ് കെട്ടും പൊട്ടിച്ച് ഇറങ്ങിപ്പോകുന്ന ഞാൻ പറഞ്ഞതല്ലേടാ, ഇപ്പൊ എന്തായി? ഇന്നലെ വന്ന് കയറിയപ്പോ തന്നെ അവള് പോണൊന്ന് വിചാരിച്ചു കാണും. രാത്രി അവളുടെ ചേട്ടനെ നീയും മക്കളും കൂടി അടിച്ചോടിച്ചപ്പോ തന്നെ അവൾ വിചാരിച്ചു കാണും, വെളിച്ചമാവുന്നവരെ ആ പെണ്ണ് കരഞ്ഞും ബഹളം വെച്ചും ആ വീട്ടിൽ കിടക്കായിരുന്നില്ലേടാ, നിങ്ങൾ അച്ഛനും മക്കളും കൂടി അവളെ പൂട്ടിയിടുകയായിരുന്നില്ലേ, എന്നിട്ടാണോ നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചത് എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോഴേക്കും, മുഖത്തു നോക്കി നുണ പറഞ്ഞാലുണ്ടല്ലോ, കൂടെ പിറപ്പാണെന്നും ഞാൻ നോക്കില്ല, അടിച്ച് പല്ലിളക്കും ഞാൻ എന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചായക്കടക്കാരൻ രാജേട്ടനും വിളിച്ചു പറയുന്നുണ്ട്, ദേ ഭാസ്കരേട്ടാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, കടയുടെ മുന്നിൽ വെച്ച് അടിയുണ്ടാക്കരുതെന്ന്. നിങ്ങളുടെ മരുമോൾ ഇറങ്ങി പോയെങ്കിലേ ആ കാരണം വീട്ടിൽ ചെന്ന് അന്വേഷിക്കേ, അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയല്ല വേണ്ടതെന്ന്. ഗംഗാധരനും അപ്പോഴേക്കും പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് വാഴാൻ പോകുന്നില്ലടാന്ന്. അച്ഛനും മക്കളും കൂടി കെട്ടുംപൂട്ടി ആദ്യം ഇറങ്ങാൻ നോക്കാം അവിടുന്ന്, എന്നിട്ട് ആ വീട് എനിക്കങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് പറയുമ്പോഴേക്കും ഭാസ്കരനും തന്റെ സൈക്കിളിനടുത്തേക്ക് നടക്കുന്നുണ്ട്. മരുമോള് പോയോണ്ട് എന്റെ ചായക്കാശ് തരാതെ പോവല്ലേന്ന് രാജേട്ടനും വിളിച്ചു പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും ഭാസ്കരൻ തരാതിരുന്നിട്ടുണ്ടോ, പറ്റിൽ എഴുതി വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനും തന്റെ സൈക്കിളും എടുത്ത് പോകുന്നുണ്ട്. അയാളുടെ പോക്ക് കണ്ട് സന്തോഷത്തോടെ ഗംഗാധരനും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. യാത്രക്കിടയിൽ നിധി അവിടെ വണ്ടിയിലിരുന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക. അത് കാണേ സുധീഷും ഒരിടത്ത് വണ്ടി നിർത്തി, എടോ ഇയാൾ ഇങ്ങനെ കരയല്ലേ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പാവം, ഞാൻ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു, അത് താങ്ങാൻ പറ്റാതെയാ അച്ഛൻ ഇത് ചെയ്തത്. അച്ഛനെ ഞാൻ വല്ലാതെ സങ്കടപ്പെടുത്തി, ഞാൻ കാരണ അച്ഛൻ ഇത് ചെയ്തത്. ഈ കല്യാണം നിന്നു പോയപ്പോ അച്ഛൻ അപമാനം താങ്ങാൻ പറ്റാതായി കാണും, സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് നിധി കരച്ചിലോടെ പറയുമ്പോഴേക്കും, അതിൽ കൂടുതലേ ആ സൂര്യ ഇയാളുടെ അച്ഛനെ വഴക്കു പറഞ്ഞിട്ടുണ്ടാവും എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ, അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ ആവോ, അവൻ മാത്രമല്ല അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. പാവം അച്ഛൻ അതെല്ലാം കേട്ടിട്ടും മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും. അച്ഛനൊന്നും സംഭവിച്ചു കാണില്ലല്ലേ എന്ന് കരച്ചിലോടെ അവൾ ചോദിക്കുന്നുണ്ട്. എടോ ഇല്ലെന്നേ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, താൻ ധൈര്യമായിട്ടിരിക്കെന്ന് സുധീഷും പറയുന്നുണ്ട്. ഉറപ്പാണോന്ന് അവൾ ചോദിക്കുമ്പോ, ഉറപ്പ്, അങ്ങനെ എന്തേലും സീരിയസ് ആണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചേനല്ലോ, അത് ഉറപ്പല്ലേന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കിയ നിധിയും സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും, അയ്യോ ഒന്നും സംഭവിക്കുമെന്നല്ല താൻ ഉദ്ദേശിച്ചെന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി വീണ്ടും കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും, നിധി, അച്ഛൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, ഈ പ്രശ്നങ്ങളെല്ലാം തീരും, നമ്മൾ വീണ്ടും പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധി വീണ്ടും കരച്ചിൽ നിർത്തി സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും, ഞാൻ ഉദ്ദേശിച്ചതേ അച്ഛനും മോളുമായിട്ട് തന്നെ ആ വീട്ടിൽ പഴയതുപോലെ ജീവിക്കുമെന്നാ പോരെ എന്നവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും, അതേന്ന് തലകുലുക്കിക്കൊണ്ട്, ഇതിനെല്ലാം ഞാനാ കാരണം, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു എന്ന് നിധിയും സങ്കടത്തോടെ പറയുന്നുണ്ട്. നിധി, ഇത് ഇയാൾ കാരണമല്ല, അവർക്ക് ഇയാൾ പറയുന്നതൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ലേ, അപ്പോ ഇയാളെങ്ങനെ ഇതിനൊക്കെ കാരണമാവുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഞാൻ അച്ഛൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് നിധിയും സങ്കടത്തോടെ പറയുന്നുണ്ട്.
ബെസ്റ്റ്. അങ്ങനെ കേട്ടിരുന്നെങ്കിലേ ഇപ്പോൾ അച്ഛന് പകരം ഇയാൾ ആശുപത്രിയിൽ കിടന്നേനെ. എല്ലാ തെറ്റും സ്വന്തമാണെന്ന് തോന്നലുണ്ടല്ലോ, അതിങ്ങനെ തലയിലെടുത്ത് വെക്കല്ലേ. ഇയാൾ എടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായിരുന്നു, ഒരു സംശയവും വേണ്ട അതിന്. അച്ഛൻ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരുമെന്നേ, നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോകുന്നത് എന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോഴേക്കും വണ്ടി നിർത്തിയിട്ടിരിക്കണ കണ്ട് വണ്ടി എന്തിനാ നിർത്തിയതെന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് ഇയാൾ കരയുന്ന കണ്ടപ്പോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അയ്യോ ഒന്ന് വേഗം പോവാൻ നോക്ക് എന്ന് നിധി കരച്ചിലോടെ പറയുമ്പോഴേക്കും സുധീഷും വണ്ടി എടുക്കുന്നുണ്ട്. യാത്രക്കിടയിൽ സുധീഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്നാണോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അല്ല, അറിയാതെ ഏതോ നമ്പറിന്നാ എന്ന് പറഞ്ഞവൻ വണ്ടി സൈഡ് ഒതുക്കി നിർത്തി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ സ്റ്റേഷനിലെ ഗോപി സാറായിരുന്നു അത്. സുധീഷ് അല്ലേടാ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ ആരാന്ന് സുധീഷും, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന പോലീസുകാരൻ, എന്തടാ മറന്നോ എന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട്. പിന്നെ പറയണം സാർ, സുഖല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്റെ സുഖവിവരം അറിയിക്കാനല്ല, നീ ചെയ്യേണ്ട കാര്യം അറിയിക്കാനാ വിളിച്ചെന്ന് ഗോപി സാറും പറയുന്നുണ്ട്. പറയണം സാർ എന്ന് സുധീഷ് പറയുമ്പോൾ ആ പെണ്ണ് എവിടെ ഉണ്ടടാന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സുധീഷ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സുഖമായിരിക്കുന്നു സാറേ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയടാന്ന് അദ്ദേഹവും. വീട്ടില് എന്ന് സുധീഷ് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ അവളെയും കൂട്ടി സ്റ്റേഷനിലോട്ട് വാ. എന്തിനാ സാറേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ മാരേജ് കോൺട്രാക്ടിന്റെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, അത് വാങ്ങണ്ടേ എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ആ വേണം വേണം, ഒരുമിച്ച് വരണമല്ലേ എന്ന് സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴേക്കും എന്താ ഇപ്പൊ ഒരുമിച്ചല്ലയോ എന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട്. ആണെന്നവൻ പറയുമ്പോ അപ്പോ ഒരുമിച്ച് തന്നെ വരണം. അത് കേട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നാ പോരെ സാറേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പോരാ എന്ന് അദ്ദേഹം സ്ട്രിക്റ്റ് ആയി പറയുമ്പോഴേക്കും ഓക്കെ ഓക്കെ സാറേ എന്ന് പറഞ്ഞ് സുധീഷ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആരാ എന്ന് നിധി ചോദിക്കുമ്പോ ഏയ് അതൊന്നുമില്ല, അതെന്റെ ഒരു ബിസിനസ് ഡീലാണെന്ന് സുധീഷും കള്ളം പറയുന്നുണ്ട്. ഒന്ന് വേഗം പോ, എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നിധി കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും ഇപ്പൊ പോവാമെന്ന് പറഞ്ഞ് സുധീഷ് പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് സുധീഷും ആലോചിക്കുന്നുണ്ട്, ഈശ്വര ഇത് ശരിക്കുള്ള കല്യാണമായിരുന്നു എന്നും ഞാൻ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും അറിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ലല്ലോ ഭഗവാനെ കരച്ചില് എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഹരീഷ് തന്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ തന്റെ ഹെൽപ്പറായ ടിറ്റോയോട് ആ 10:11 സ്പാനർ എടുത്തെന്ന് വിളിച്ചു പറയുന്നുണ്ട്. 10:11 11:18 ചായ വരേണ്ട സമയം കഴിഞ്ഞെന്ന് അവനും പറയുന്നുണ്ട്. നിന്നോട് ചായ കുടിക്കാനുള്ള സമയമല്ല ചോദിച്ചത്, ആ 10:11 സ്പാനർ എടുക്കാനെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഓ അതായിരുന്നു എന്നും പറഞ്ഞവൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എടുക്കടാന്ന് പറഞ്ഞ് ഹരീഷ് അവനെ ഒരു ഏറ് വെച്ച് കൊടുക്കുന്നുണ്ട്. എടുക്കാം എന്ന് പറഞ്ഞ് അത് എടുത്തു കൊടുത്തോണ്ട് എന്തെല്ലാം ചെയ്യണമെന്നാ എന്ന് പറഞ്ഞവൻ അത് കൊടുക്കുമ്പോഴേക്കും നീതുവും അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ ഹരീഷിനോടായി അതെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഹരീഷ് അത് കേട്ട് മറുപടിയൊന്നും പറയാതെ തന്റെ ജോലി തുടരുമ്പോഴേക്കും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചത് കേട്ടില്ലേന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. പ്രശ്നോ, എന്ത് പ്രശ്നം എന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലടാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നെന്തിനാ സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ച പെണ്ണ് ഓടിപ്പോയത് എന്ന നീതുവിന്റെ ചോദ്യം കേട്ട് ഓടിപ്പോവേ ആരുടെ കൂടെ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടൻ പെണ്ണ് കെട്ടിയപ്പോ ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്ന് കയറിയല്ലോ എന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ കാര്യം ഇത്തിരി ക്ലിയർ ആവുമെന്ന് സന്തോഷിക്കുകയും ചെയ്തു. അപ്പൊ കേൾക്കുന്നു രാവിലെ തന്നെ ആ ചേച്ചി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിന്ന് എന്ന് നീതു പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ സ്പാനറും പൊക്കി പിടിച്ച് എടീന്നും വിളിച്ച് ഹരീഷ് അവിടെ എഴുന്നേൽക്കുന്നുണ്ട്. ആരടി പറഞ്ഞത്, ആരാ പറഞ്ഞെന്ന് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ നാട് മുഴുവനും പറയുന്നുണ്ടല്ലോ. കരഞ്ഞു നിലവിളിച്ച് പോകുന്നത് കണ്ടുവെന്ന് എന്റെ അച്ഛനും പറഞ്ഞു എന്ന് നീതു പറയുമ്പോഴേക്കും ഓ നിന്റെ അച്ഛനൊന്നും വേറൊരു പണിയുമില്ലേ എന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ല ശരിക്കും ഇറങ്ങിപ്പോയത് എന്തിനാ എന്ന് നീതി ചോദിക്കുമ്പോൾ ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല എന്നവൻ പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ചന്തവും ഹരീഷേട്ടാ അങ്ങനൊരു സംസാരമുണ്ട് കേട്ടോ, തെറിവിളി കേൾക്കണ്ടോന്ന് വെച്ചാ ഞാൻ പറയാതിരുന്നത്. രാവിലെ രാജേട്ടന്റെ ചായക്കടയിൽ വെച്ച് പറയുന്നത് കേട്ടതാ ഞാൻ. നിങ്ങളുടെ വീടിനെ പറ്റി അറിഞ്ഞപ്പോഴേ ആ കുട്ടി ഇറങ്ങി ഓടിയെന്ന് എന്നവൻ പറയുന്നത് കേൾക്കെ ഹരീഷും ദേഷ്യത്തോടെ ആ സ്പാനർ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നിധിയെയും കൊണ്ട് സുധീഷ് നിധിയുടെ വീട്ടിലെത്തി അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ കൂടി നിൽക്കുന്ന ചില ആളുകൾ അടക്കം പറയുന്നുണ്ട്, ഒരു കൂസലമില്ലാതെ വരുന്നത് നോക്കിയേ, ഇപ്പോഴത്തെ പെൺപിള്ളാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തന്തചത്താലും കാമുകന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണല്ലോ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കയറി തൂങ്ങാൻ നിന്ന രാജീവ് സാറിനെ പറഞ്ഞാൽ മതി. അതെ അതെ കഷ്ടം തന്നെ, അവനെ കണ്ടാലേ അറിയാം ഉടായിപ്പാണെന്ന്, ഇനിയിപ്പോ ഇവന്റെ ജീവിതം സെറ്റായല്ലോ എന്നൊക്കെ. അത് കേട്ടോണ്ട് നിന്ന നിധിയോടായി സുധീഷ് പറയുന്നുണ്ട്. അതെ നിധി, ആളുകൾ അങ്ങനെ പലതും പറയും, പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കരുത് വായെന്ന് പറഞ്ഞ് നിധിയെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവർ വരുന്നത് കണ്ട് മുറ്റത്തു നിന്ന് അരുണം നിക്കെന്ന് അവളോട് പറയുന്നുണ്ട്. എന്തിനാടി വന്നത്, എന്തിനാന്ന്
എന്നരുൺ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ചേട്ടാ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് പറ്റിയേ എന്ന് സങ്കടത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. നിന്നെ പോലൊരുത്തിക്ക് ജന്മം തന്നല്ലോ എന്നുള്ളതിന്റെ സന്തോഷം കൊണ്ട് ചത്ത് മണ്ണടിയാൻ തീരുമാനിച്ചു എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എനിക്ക് അച്ഛനെ കാണണമെന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട്. എന്തിന്? അല്പം കൂടി ബാക്കിയുള്ള ആ ജീവൻ എടുക്കാനോ എന്നവൻ ഒച്ചവെച്ച് ചോദിക്കുമ്പോഴേക്കും ചേട്ടാ പ്ലീസ് എന്താ ഇങ്ങനെ, എനിക്ക് അച്ഛനെ കാണണം എന്ന് നിധിയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. നിന്നോട് ഇവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞേ, ഈ തെണ്ടിയും കൊണ്ട് വീട്ടിൽ കയറി വന്നതിന് ആദ്യം നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അടിക്കാനായി മുന്നോട്ട് വരുമ്പോഴേക്കും അത് തടയാനെത്തുന്ന സുധീഷിനാണ് ആ അടി കൊള്ളുന്നത്. ദേഷ്യത്തോടെ സുധീഷും അവനിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിയാവുമ്പോഴേക്കും കൂടെയുള്ളവർ അരുണിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇന്നലെ മുതൽ സഹിച്ചുകൊണ്ടിരിക്കുക, എത്രന്ന് വെച്ചിട്ടാ സഹിക്കുക എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അരുൺ വീണ്ടും അവനെ അടിക്കാനായി ചെല്ലുന്നുണ്ട്. മറ്റുള്ളവർ അരുണിനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും വേണ്ട നിർത്ത്, അടി കൂടാൻ വന്നതല്ല, അച്ഛനെ കാണാൻ വന്നതാ. ഏത് ആശുപത്രിയിലാന്ന് പറഞ്ഞാൽ മതി, എനിക്ക് അമ്മയെയും കാണണം. എന്താണ് ശരിക്കും നടന്നതെന്ന് എനിക്ക് അവരോട് പറയണം, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് നിധി പറയുമ്പോഴേക്കും എന്താ പറഞ്ഞെന്ന് നീ പറഞ്ഞിട്ട് വേണോ, ഞങ്ങൾ കണ്ടതല്ലേ, നിനക്കറിയില്ലേ അത്? എന്നിട്ടിപ്പോ ഇവനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു, രണ്ടിനെയും കൊന്നു കളയാ വേണ്ടത്, ഇറങ്ങിപ്പോടി എന്നരുൺ അവളെ ആട്ടി ഇറക്കുന്നുണ്ട്. ഒരു തവണ അവൾ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ എന്ന് സുധീഷ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് പറയാൻ നീ ആരാടാ പുല്ലെന്നും ചോദിച്ച് വീണ്ടും അരുൺ അവനെ അടിക്കാനായി തുടങ്ങുന്നുണ്ട്. എല്ലാവരും വന്ന് അവരെ പിടിച്ചു മാറ്റുമ്പോഴേക്കും വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നോ? അരുൺ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു പാവത്തെ പോലെ നിന്നിട്ട് ഈ കുടുംബത്തോട് നീ ചെയ്തത് എന്താണെന്ന് അറിയോ? ആ പാവം എങ്ങനെ താങ്ങും ഇത് എന്നൊരു ചേട്ടനും നിധിയോടായി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും സങ്കടത്തോടെ ഒന്നും പറയാനാവാതെ കരയുമ്പോഴേക്കും ദേ നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു മകളില്ലെന്നും പറഞ്ഞ അങ്ങേര് ആശുപത്രി കിടക്കുന്നത്. നിനക്കിനി ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തീർന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ മനസ്സ് തകർന്നിരിക്കുക. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ അരുൺ നിധിയെ അടിക്കാനായി വരുമ്പോഴേക്കും സുധീഷ് വീണ്ടും കയറി അവനെ തടയുന്നുണ്ട്. എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റുമ്പോഴേക്കും നിനക്കിനി അച്ഛനോ ചേട്ടനോ കുടുംബമോ ഒന്നുമില്ല, ഇറങ്ങി പോടിയെന്ന് അരുണും അലറുന്നുണ്ട്. ടാ എന്ന് വിളിച്ച നിധി സങ്കടത്തോടെ കരയുമ്പോഴേക്കും നീ ചെയ്തത് താങ്ങാൻ പറ്റാതെയാ രാജീവേട്ടൻ ഇത് ചെയ്തത്. ഇനി ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ദൈവം പോലും പൊറുക്കില്ല മോളെ എന്നൊരു ചേട്ടനും അവരോടായി പറഞ്ഞുകൊണ്ട് അരുണിനെയും വിളിച്ചുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കണ്ട് നിധി സങ്കടത്തോടെ അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും നിധി താൻ വന്നേ, ഇനി ഇവിടെ നിൽക്കണ്ട വാടോ എന്ന് പറഞ്ഞവൻ വിളിക്കുമ്പോഴേക്കും സുധീഷിന്റെ കൂടെ നിധിയും ജീപ്പിനടിയിലേക്കായി ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് സൂര്യ തന്റെ കാറിൽ അങ്ങോട്ടെത്തുന്നത്. കാറിൽ നിറങ്ങിയ സൂര്യ നിധിന്നും വിളിച്ച് നിധിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും സുധീഷ് അവനെ തള്ളി മാറ്റുന്നുണ്ട്. ജീപ്പിന്റെ മുകളിലേക്ക് വീണ സൂര്യ അവിടെ എണീറ്റുകൊണ്ട് എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അടിക്കാനൊരുങ്ങുമ്പോഴേക്കും സുധീഷ് അവന്റെ കൈ പിടിച്ച് പുറകിലേക്ക് തിരിക്കുന്നുണ്ട്. അവനെ പുറകിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചോണ്ട് എടാ ഓസ്ട്രേലിയൻ കങ്കാരു, നിധിയുടെ വീട്ടിലുള്ളവരെ ദേഷ്യപ്പെടും അടിക്കുകയും ചെയ്യും, ഞാനത് കൊള്ളുകയും ചെയ്യും എന്ന് വെച്ച് നീ വന്നാ ഞാൻ അങ്ങ് കൊള്ളുമെന്ന് വിചാരിച്ചോടാ, അടിച്ചു നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും കേട്ടോടാ ഭൂലോക സൈക്കോ എന്ന് പറഞ്ഞ് സുധീഷ് സൂര്യയെ തള്ളി മാറ്റുന്നുണ്ട്. വീണ്ടും സൂര്യ നിധിയുടെ അടുത്തേക്ക് വന്ന് നിധി നോക്ക് നിധി സീരിയസ്, ഹീസ് ബിഹേവിംഗ് ലൈക്ക് എ റൗഡി. നീ എന്തിനാ ഇവനെ പോയി കല്യാണം കഴിച്ചേ? ഓ എന്റെ കൈ വേദനിക്കുന്നു, മകളിനെ കാണാൻ വന്നതല്ലേ, വീട്ടിലാരും സമ്മതിച്ചില്ലല്ലോ, പേടിക്കണ്ട ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞവൻ നിധിയുടെ കഴുത്തിൽ കെട്ടിയ താലിയിലേക്ക് നോക്കിക്കൊണ്ട് ഇതെനിക്ക് പ്രശ്നമല്ല, ഇവൻ കെട്ടിയ ഈ താലി അഴിച്ചിട്ട് എന്റെ കൂടെ വാ ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.